ഇന്ന് സങ്കടങ്ങളിൽ തനിച്ചായ ഒരു കുടുംബത്തിൻ്റെ കഥയാണ് കാരുണ്യത്തിൽ. ഇത് കോഴിക്കോട് നൈനാംവളപ്പ് കോതിക്കടലോരത്തെ അബ്ദുൽ ലത്തീഫിൻ്റെയും നസീമയുടെയും 5 മക്കളുടെയും കഥ. കടലിലെ കാറ്റിരമ്പവും തിരയിളക്കവും തളർത്താതിരുന്ന ലത്തീഫിൻ്റെ ജീവിതമിന്ന് വിധിയുടെ കടലിളക്കത്തിൽ പതറി നിൽക്കുകയാണ്. വീടില്ല സ്വന്തമായിട്ട്. പിന്നെ ഈ കൊല്ലത്തിൽ 6 മാസം പണി, 6 മാസം വർക്കില്ല. ഭാര്യയ്ക്ക് സുഖമില്ല, എനിക്ക് സുഖമില്ല. 5 മക്കളുണ്ട്, കോളേജിൽ പഠിക്കുന്ന മകളുണ്ട്, ബാല്യക്കാരത്തി 2 കുട്ടികളുണ്ട്, കെട്ടിക്കാനൊരു നിവൃത്തിയുമില്ല. എല്ലാം 6 മാസം ഇതായി കല്ലുമ്മക്കായിൻ്റെ കച്ചവടം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മിണ്ടാപ്രാണികൾ കണ്ടില്ലേ, ഓരോന്നിനെ ഇങ്ങനെ നമ്മളെ ദാരിദ്ര്യത്തിനും വേണ്ടി വിൽക്കും, എന്നിട്ട് അതിന് ഭക്ഷണം കഴിക്കും. ഇപ്പോൾ ഒരു പണിക്കായിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഞാൻ അതിനെ ജോലിക്ക് പോക്ക്, പിന്നെ സുഖമില്ലാതെ എൻ്റെ ദിവസം പോക്ക് നിർത്തി. ഒരു ദുരിതപ്പെട്ട ജീവിതമാണ്. അതായത് ഇന്നലെ വെയ്ത മയക്കൊക്കെ കണ്ടില്ലേ, ഒന്നായിട്ട് ചോർന്നെടുത്ത് പേടിയായി. അതിൻ്റെ ഉള്ളിൽ കാറ്റൊക്കെ ഇതിലെ കൂടെ വരുമ്പോൾ ഭയങ്കര വിഷമം. പിന്നെ നിവൃത്തികടെ നമ്മളെ ഈ കുറഞ്ഞ പൈസയൊക്കെ എവിടെയും കിട്ടാനും ഇല്ല സ്ഥലം. കഴിഞ്ഞു പോകണം എന്തോ പടച്ചവൻ്റെ കുതിരത്തിനെ കൊണ്ട്. നേരത്തിന് ഭക്ഷണം കഴിക്കായിട്ട് അങ്ങനെ വന്നൊരു തരം രോഗം. അത് എൻഡോസ്കോപ്പി മെഡിക്കൽ കോളേജിൽ നിന്ന് നടത്തിയിട്ട് അതിൽ കുടലിൽ അസുഖമാണെന്ന് പറഞ്ഞു. കുറച്ച് കാലം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രോഗം മാറ്റാൻ. അപ്പോൾ അത് ജീവിതമാർഗത്തിന് പറ്റില്ല. അപ്പോൾ രോഗത്തിനെ മാറ്റി നിർത്തിയിട്ട് ജീവിതം ഇങ്ങനെ തള്ളി മുന്നോട്ട് പോവുക, ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുക. ഞാൻ ഈ വലിയ വീട്ടിൽ അടുക്കളപ്പണിക്ക് ജോലി, കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള തൊഴിലിന് പോയിനി. പിന്നെ അത് കഴിഞ്ഞ നോമ്പിന് സുഖമില്ലാതെ ഇതായത്, പിന്നെ പോയിട്ടില്ല. പിന്നെ മൂപ്പരാളാണ് പോയിട്ട് അന്നത്തെ ചിലവ് കഴിയും. കുട്ടികളാണെങ്കിൽ ഓരോരുത്തർ പഠിപ്പിക്കും. പിന്നെ കുട്ടികൾ ഓരോ ആവശ്യം പറഞ്ഞ് വരും. പിന്നെ അതിലൊക്കെ നമ്മൾ കണ്ടുമ്പോൾ പിന്നെ മോനിങ്ങനെ കടക്കിയിട്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തരും. അതിനെക്കൊണ്ടൊക്കെ അങ്ങനെ ചെറുങ്ങനെ പോയി. ഇപ്പം നമുക്ക് വേണ്ടിയത് ഇവിടുന്ന് വീട് പൊളിച്ച് മാറണം എന്നറിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കലക്ടറിന് വരെ കത്തൊടുത്ത്, നമുക്കൊരു 2.5 സെൻറ്റ് എവിടെയെങ്കിലും സുഖമില്ലാത്ത ആളും കൂടിയാണ്, നിങ്ങൾ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന്. ഓലൊന്നും ചെയ്തില്ല.
ഭാര്യയ്ക്ക് 1.5 കൊല്ലം മുന്നാണ് ഈ അസുഖം ഉള്ളത് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് തൊട്ടിട്ടുള്ള വിഷമം. പിന്നെ ആഴ്ചക്ക് സ്കാനിങ് ടെസ്റ്റ് 450 റുപ്യ ഒരു രക്തം ടെസ്റ്റ് ചെയ്യാൻ വേണം. അത് 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ മാറ്റി മാറ്റി അത് ചെയ്ത് കൊടുക്കണം. പിന്നെ മാസത്തിലൊരിക്കൽ 900 റുപ്യ ചിലവാക്കിയിട്ട് സ്കാനിങ്. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണ് രോഗം. കനത്ത കാറ്റടിച്ചാൽ, ഒരു പെരുമഴ പെയ്താൽ ഇളകിയാടുന്ന ഈ വീട്ടിൽ കടൽ നോക്കി രോഗികളായ ഈ മാതാപിതാക്കൾ 5 മക്കൾക്ക് കാവലിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ കാറ്റും മഴക്കൊക്കെ ഭയങ്കര ഒരു വിഷമത്തില്ലേനു. ചോർന്നൊലിച്ച് ചെലവ് എല്ലാം കൂടി ഇപ്പോൾ ഇനി 6 മാസം മൂപ്പരിക്ക് പണി ഉണ്ടാവില്ല. കടലിളക്കായാൽ ഈ 6 മാസം നമ്മളങ്ങനെ പോണ്. ഒക്കെ ഒരു മനസ്സിൽ തരാ, പഠിച്ചൊരു ധൈര്യം തരാ. എല്ലാം പിന്നെ പടിഞ്ഞാറ് കടൽ കണ്ടില്ലേ, എല്ലാവരും പാടി കൂടിയിട്ട് അങ്ങനെ ജീവനം ഒതുക്കുക. ആ ഒരു ധൈര്യത്തിനാണ് ഇപ്പോൾ ഈ തമ്പത്ത് ജീവിക്കുന്നത്. എല്ലാ മക്കളും പഠിക്കുന്ന കുട്ടികളാണ്. മൂത്ത മോള് +2 ആണ്. അതിൽ പരീക്ഷയ്ക്കൊക്കെ നല്ല മാർക്കാണ്. പിന്നെ ഓരോ ദീനി പ്രവർത്തകരുടെ പേരിൽ മക്കളെ പഠിപ്പൊക്കെയാണ് നടക്കുന്നത്. വിഷമം കരച്ചിലും ഒക്കെ വരും. നമ്മൾ വിഷം കുടിച്ച് മരിക്കാൻ നേരം വിചാരിച്ചിരിക്കുന്നു. വീടിൻ്റെ ആലോചിച്ചിട്ട് കുട്ടികളും തരുവാകാം, ബാപ്പയും ഉമ്മയും സുഖമില്ലാത്ത ഒരാൾ, എല്ലാം കൂടി സങ്കടം ഇതൊക്കെ ഉണ്ട്. മനസ്സിലിട്ട് ഒതുക്കാണ്. നമുക്ക് ആരോട് പറയാനാണ്? കയറി കിടക്കാൻ വീടില്ലാത്തൊരു തന്തൻ്റെ മക്കൾക്ക് പിന്നെ എന്ത് കഴിയും? അപ്പോൾ പഠിക്കട്ടെ, വിദ്യാഭ്യാസം. വിവാഹം ഓൽക്ക് പഠിച്ച ടൈമിൽ പഠിച്ചോ കണക്കാക്കിയ ടൈമിൽ നടക്കും. അല്ല ഈ ലക്ഷങ്ങൾ കൊടുത്തിട്ട് നടത്താൻ കഴിയില്ല. ഞാനൊന്നും വാങ്ങിയിട്ടില്ല, സ്ത്രീധനോ പൊന്നോ ഒന്നും വാങ്ങാതെ കഴിച്ചതാണ്. അങ്ങനത്തെ തൻ്റെ ഇടമുള്ള ആൺകുട്ടികളെ കാണുന്നില്ല. ഇന്ന് പൊന്നും പൈസയൊന്നും വേണ്ട അറിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ. നമ്മളത് BPL കൂടിയല്ല റേഷൻ കാർഡിന്. 100 പ്രാവശ്യം ഞാൻ കോർപ്പറേഷനിൽ കയറി ഇറങ്ങിയിട്ട് BPL ആക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളത് BPL അല്ല. നമ്മളിവിടെ മൈത്രി പോലീസും മറ്റോലൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊന്നുമില്ല, സ്വന്തമായിട്ട് എൻ്റെ 5 മക്കളുള്ളൂ സ്വത്ത് എന്ന് പറഞ്ഞിട്ട്, വേറെ ഒന്നുമില്ല. അങ്ങനത്തെ നമ്മൾ വരെ BPL അല്ല APL ആണ്.
അരവയർ നിറയ്ക്കാൻ പണിക്ക് പോകാൻ പോലും പറ്റാത്ത തരത്തിൽ രോഗികളായ ഇവരുടെ കുടുംബത്ത് തീ പുകയുന്നത് ജുനൈസ് എന്ന ഈ 5ാം ക്ലാസ്സുകാരൻ്റെ ആത്മധൈര്യത്തിലാണ്. തോണിക്കാര് നമ്മൾ സഹായിച്ചെടുത്തിട്ട് തോണി കെകി കൊടുത്തിട്ട് ഒരു കടക്ക് വരും. നമുക്ക് ഒരു ചണ്ടി കടക്ക മൂലക്കൽ പറിച്ചേക്കാം, അത് നമ്മൾ എടുക്കൂ. അത് കൂട്ടി ഒരു കൊട്ടൊക്കെ ആക്കി കൊണ്ട് വിൽക്കും. ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ട് സൈക്കിൾ വിൽക്കും. കടക്ക കഴുകിയിട്ട് ബോക്സിലിട്ട് ആ നെറ്റ് നിറച്ച് അതിൽ ബാക്കിയുള്ള കടക്ക ഞാനും അവിടെ കുറേ കുട്ടികളുണ്ട്, അപ്പോൾ എല്ലാവരും കൂടെ വീതിച്ചെടുക്കും. അങ്ങനെ ഓരോ തോണിയിൽ നിന്ന് ഇങ്ങനെ എടുത്തെടുത്ത് കുറച്ചാവും കടക്ക. അത് കടക്ക തിരിഞ്ഞിട്ട് പിന്നെ ഓരോ സൈസ് കടക്കാക്കിയതായി പിന്നെ സൈക്കിൾ വെച്ച് കൊണ്ടുപോകും. കുറ്റിച്ചാറ് അവിടെ ഇരുന്ന് വെക്കണേ. ഒരു കടക്കൊക്കെ 50 സെന്റ് ഉണ്ട്, 80 സെന്റ് ഉണ്ട്, പല ഉണ്ട്. 100 100 അങ്ങനെയൊക്കെ ഉണ്ട് കടക്ക. ആൺകുട്ടിയല്ലേ ഉള്ളൂ, ഓനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് വിറ്റിട്ട് കൊണ്ടുപോയി തരൂ. പിന്നെ ഞാൻ എനിക്ക് ആൺകുട്ടികളല്ലേ, ഓരോ പ്രായമുള്ള കുട്ടികൾ പഠിച്ച് ഓനെ മാസിമാരെ വരെ ഓനെ നല്ല പഠിപ്പിക്കണം. നിങ്ങൾ കുട്ടി നല്ല കുട്ടിയാണ്, ഓന് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ഇതുണ്ടാവും. നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചോളി, കുട്ടികളെ കൊണ്ട് നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാവും. നല്ലോണം പഠിക്കൂ. പിന്നെ എന്താണ് മൂപ്പര് കടക്കൊക്കെ കൊണ്ടുവന്നാൽ തൊളി കെറ്റിട്ടോ ഓട്ടർഷ കയറ്റിട്ടോ ആരോടെങ്കിലും സൈക്കിളിൽ വാങ്ങിയിട്ടോ സ്കൂളില്ലാത്ത ദിവസം പോയിട്ട് കൊണ്ടുവരും. സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ വിചാരിക്കും അവന് 10 രൂപ കൊണ്ടുപോയി തരുമ്പോൾ ആ പട്ടിൻ്റെ ഇടയിൽ അത് കിട്ടുന്ന വലിയ ഇട്ടലാണല്ലോ എന്നുള്ള. സ്കൂളിൽ ലീവുള്ള ദിവസം മാത്രം ചെയ്യുള്ളൂ. സ്കൂളുള്ള ദിവസം ഉമ്മ സ്കൂളിലൊക്കെ പറഞ്ഞേക്കും, ഞാൻ വേറെ സ്കൂളൊക്കെ മാറ്റി പോകും. എന്ത് പ്രശ്നം ഉണ്ടായാലും വരുന്നിടത്ത് വെച്ച് വാങ്ങും. ഇതൊരു പാഠമാണ്. ചെറിയ ജീവിതം കൊണ്ട് ചിലർ പഠിപ്പിക്കുന്ന വലിയ പാഠങ്ങൾ. ഇവരുടെ ജീവിതം കൈപിടിച്ച് നയിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്.